നമസ്കാരം. നമ്മളിന്നൊരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയല്ല. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരുന്നു. ഗത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥനയുടെ ദേവാലയവും അതിനോട് ചേർന്നുള്ള ഒലിവുമരങ്ങളുടെ തോട്ടവും കഴിഞ്ഞ് അപ്പസ്തോലന്മാരുടെ ഗ്രോട്ടോയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ കബറുടെ ദേവാലയം അല്ലെങ്കിൽ ബസിലിക്ക ഓഫ് ദി ഡോർമേഷൻ ഓഫ് മേരി, ആ ഒരു ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അപ്പസ്തോലന്മാരുടെ ഗ്രോട്ടോ അതിനോട് ചേർന്നുള്ള ആ കോമ്പൗണ്ടിലാണ് നമ്മൾ അന്ന് കണ്ടിരുന്നു. അന്ത്യത്താഴം കഴിഞ്ഞ് യൂദാസ് ഒഴികെയുള്ള 11 അപ്പസ്തോലന്മാരോടൊപ്പം ഈശോ കിദ്രോൺ തോട് കടന്ന് ഗത്സമനിയിലെത്തിയപ്പോൾ ഈ 11 പേരിൽ 3 പേരെ മാത്രമാണ് ഈശോ തന്നോടൊപ്പമായിരിക്കാൻ വിളിക്കുന്നത്. പത്രോസിനെയും സെബദിയുടെ പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടി അല്പം കൂടി മുന്നോട്ട് ചെന്ന് ഈശോ പാറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആ പ്രാർത്ഥനയുടെ സമയത്ത് ആ 11 പേരിൽ 8 അപ്പസ്തോലന്മാരും അവരെ കാത്തിരുന്നത് ഈ ഒരു ഗ്രോട്ടോയിലാണെന്നാണ് വിശ്വാസം. ഗത്സമനിയിലെ ഈ ഗ്രോട്ടോയ്ക്ക് അപ്പസ്തോലന്മാരുടെ ഗ്രോട്ടോ എന്ന് പേര് വരുന്നത് ഈ 8 അപ്പസ്തോലന്മാർ ഈശോയെ കാത്ത് അവിടെ വിശ്രമിച്ചിരുന്നത് കൊണ്ടാണ്. ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് ഗത്സമൻ തോട്ടത്തിൽ നിന്ന് ഈ അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇവിടെ വെച്ചാണ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതും പടയാളികളും യഹൂദ പ്രമാണിമാരും ഒക്കെ ചേർന്ന് ഈശോയെ ബന്ധിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതുമൊക്കെ. ധാരാളം മലകളുള്ള വളരെ സവിശേഷമായൊരു ഭൂപ്രകൃതിയാണ് ഇസ്രായേലിൻ്റേത്, പ്രത്യേകിച്ച് ജൂദയാദേശത്തിൻ്റേത്. അതുപോലെ ഇവിടുത്തെ കല്ലുകളുടെയും പാറകളുടെയും ഒക്കെ പ്രത്യേകതകൾ കൊണ്ടും ഇതുപോലുള്ള ഗുഹകൾ ധാരാളമായി നമുക്ക് ഈ പ്രദേശങ്ങളിലുടനീളം കാണാൻ കഴിയും. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ കബറിടവുമൊക്കെ ഇതുപോലെ പാറകളിൽ വെട്ടിയൊരുക്കിയ ഗുഹകളിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പല ആവശ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗ്രോട്ടോകളും ഗുഹകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. പലപ്പോഴും ഇത് വലിയ നിർമ്മാണ ആവശ്യങ്ങൾക്കായി കല്ലുകളുമൊക്കെ വെട്ടിയെടുക്കുന്ന ക്വാറികളാണ്. അങ്ങനെ ഉണ്ടാകുന്ന ക്വാറികളുമൊക്കെ പിന്നീട് മൃതസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും ഇതുപോലുള്ള ഗുഹകൾ പലപ്പോഴും ഉപയോഗിച്ചിരുന്നു. നമ്മൾ സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ ദാവീദും അനുചരന്മാരും സാവൂളിനെ ഭയന്ന് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന രംഗം വിവരിക്കുന്നുണ്ട്. പിന്നീട് സാവൂളിൻ്റെ പടയാളികളും ആ ഗുഹയിൽ തന്നെ വന്ന് കയറുന്ന കഥയും ചരിത്രമൊക്കെ നമുക്കറിയാം. അതുപോലെ പാരമ്പര്യങ്ങളിൽ നമ്മൾ കാണുന്നൊരു കഥയുണ്ട്. യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണി ഈശോയും കൂടി ഹെറോദേസിൻ്റെ പടയാളികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പലായനം ചെയ്യുന്ന അവസരത്തിൽ ഇതുപോലൊരു ഗുഹയിൽ ഒളിച്ചിരുന്നതായി ഒരു കഥയൊക്കെ പാരമ്പര്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റൊരു ഉപയോഗം, ഇന്നത്തെ കാലത്തെ യാത്രകളൊക്കെ കാൽനടയായിട്ടായിരുന്നല്ലോ. കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുമ്പോൾ വെയിലിൻ്റെ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഗുഹകളിൽ വിശ്രമിച്ചിരുന്നു. അപ്പം അങ്ങനെ ഈശോയും ശിഷ്യന്മാരുമൊക്കെ ഗലീലയിൽ നിന്നൊക്കെ ജെറുസലേമിലേക്കൊക്കെ വരുമ്പോൾ 2-3 ദിവസത്തെയൊക്കെ ആ യാത്രാ ദൂരത്തിനിടയിൽ പലപ്പോഴും ഉച്ചസമയത്തൊക്കെ ഇതുപോലുള്ള ഗ്രോട്ടോകളിൽ വിശ്രമിക്കുകയും അവിടെ ഇരിക്കുന്ന സമയത്ത് ഈശോ അവർക്ക് കഥകളും ഉപമകളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓർമ്മകളുമായി ബന്ധപ്പെട്ട ദേവാലയങ്ങളും നമുക്ക് കാണാം. അങ്ങനെ വിശ്രമത്തിന് ഉപയോഗിച്ചിരുന്ന മറ്റൊരു ഗ്രോട്ടോയാണ് ആട്ടിടയന്മാരുടെ ദേവാലയം എന്നറിയപ്പെടുന്ന ഷെപ്പേഡ്സ് ഫീൽഡ്. അത് ബെത്ലഹേമിനോട് ചേർന്ന് ഈശോയുടെ ജനന സമയത്ത് ആടുകളെ മേയിച്ചിരുന്ന ആട്ടിടയന്മാർ ആ ഒരു ഗ്രോട്ടോയിൽ വിശ്രമിച്ചിരുന്നു. അവരുടെ അടുത്താണ് മാലാഖ വന്ന് അവരുടെ ഈശോയുടെ ജനന വാർത്ത അറിയിക്കുന്നതെന്നാണ് വിശ്വാസം. വീടുകളോട് ചേർന്ന് ഇങ്ങനെയുള്ള ഗുഹകളുണ്ടെങ്കിൽ അതിനകത്തായിരിക്കും മിക്കപ്പോഴും കന്നുകാലികളെയും ആടുമാടുകളെയും ഒക്കെ സംരക്ഷിച്ചിരുന്നത്. നമ്മുടെ മനസ്സിൽ ഈശോയുടെ തിരുപ്പിറവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വീടിനോട് ചേർന്നുള്ള ഒരു പശുത്തൊഴുത്ത്, 4 തൂണുകളും അതിനു മുകളിൽ ഓലമേഞ്ഞ മേൽക്കൂരയുമൊക്കെ ആയിട്ടുള്ളൊരു തൊഴുത്ത്, നമ്മളൊക്കെ പലപ്പോഴും പുൽക്കൂടുണ്ടാക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ബെത്ലഹേമിൽ തിരുപ്പിറവിയുടെ ദേവാലയം സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം. സന്ദർശിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ബെത്ലഹേമിൽ നിന്നൊക്കെയുള്ള വീഡിയോകളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ദേവാലയത്തിനടിയിലുള്ള ചെറിയൊരു ഗ്രോട്ടോയിലാണ് ഈശോയുടെ തിരുപ്പിറവിയുടെ അനുസ്മരണം. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വീടിൻ്റെ മുൻപിലുള്ള ആടുമാടുകളെ സംരക്ഷിച്ചിരുന്ന ഒരു ഗ്രോട്ടോ ആയിരുന്നിരിക്കാം ഈശോയുടെ തിരുപ്പിറവിക്ക് പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും തിരഞ്ഞെടുത്തത്. അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഈ ഗ്രോട്ടോകൾ ഉപയോഗിച്ചിരുന്നു. ഗത്സമനിയോട് ചേർന്നുള്ള ഈ ഒരു അപ്പസ്തോലന്മാരുടെ ഗ്രോട്ടോയിൽ ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് ഇത് കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിച്ചിരുന്ന ഒരു ഗുഹയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഒലിവ് തോട്ടങ്ങളോട് ചേർന്നാണല്ലോ ഈ ഗുഹയുള്ളത്. 1957 ഇവിടെ നടന്ന പഠനങ്ങളൊക്കെ അനുസരിച്ച് ഒലിവ് കായ്കൾ ശേഖരിച്ച് ഈ ഒരു ഗുഹയിൽ സംഭരിച്ച് ഇവിടെ വെച്ച് തന്നെയാണ് അത് പ്രസ് ചെയ്ത്
ഒലിവെണ്ണ എടുത്തിരുന്ന എന്നതിൻ്റെ സൂചനകളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഭിത്തിയിലൊരു വലിയ തുളയുണ്ടാക്കി അതിലേക്ക് മരത്തിൻ്റെ വലിയൊരു ബീം കടത്തി ആ ബീമിന് താഴെ വരുന്ന രീതിയിൽ ഈ ഒലിവിൻ്റെ കായകൾ അടുക്കി വെക്കുകയും അതിൻ്റെ മറ്റേ അറ്റത്ത് ഇതുപോലെ കല്ലുകളോ മറ്റ് ഭാരമുള്ള വസ്തുക്കളോ ഒക്കെ തൂക്കി അതിൻ്റെ ഭാരം കൊണ്ട് ഈ ബീം താഴേക്ക് അമരുമ്പോൾ ഈ അടുക്കി വെച്ചിരിക്കുന്ന ഒലിവിനെ അമർത്തുകയും അങ്ങനെ അതിൽ നിന്ന് എണ്ണ താഴെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഒരു ദ്വാരം അന്ന് കണ്ടെത്തിയിരുന്നു. നമ്മൾ ഈ കാണുന്ന ആ ഒരു ദ്വാരം ഒരുപക്ഷെ അങ്ങനെ ഒരു ആവശ്യത്തിന് ഇത് ഉപയോഗിച്ചിരുന്നതാകാം എന്ന് പറയുന്നുണ്ട്. അതിനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ഒരു ഗ്രോട്ടോയുടെ പുറകു ഭാഗത്ത് വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ അറ നമുക്ക് കാണാം. ആദ്യകാലങ്ങളിൽ ഒലിവിൻ്റെയോ മുന്തിരിയുടെയോ ഒക്കെ ചക്കുകളുള്ള ഗ്രോട്ടോകളിൽ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം ശേഖരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഇത്തരത്തിലുള്ള അറകളാണ്. അതുമാത്രമല്ല, അങ്ങനെയുള്ള ജലസംഭരണികൾ പിൽക്കാലത്ത് പ്രത്യേകിച്ച് ബൈസന്റൈൻ കാലഘട്ടത്തിലൊക്കെ അത് മൃതസംസ്കാരത്തിനുള്ള സ്ഥലമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ബൈസന്റൈൻ കാലഘട്ടത്തിലും കുരിശുയുദ്ധ കാലഘട്ടത്തിലുമായിട്ടുള്ള ഏകദേശം 70ഓളം കല്ലറകളും ഈ ദേവാലയത്തിൻ്റെ അടിഭാഗത്തായിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ട് മുതലാണ്, അതായത് ബൈസന്റൈൻ കാലഘട്ടം മുതലാണ് ഈ ഒരു ഗ്രോട്ടോ ഒരു കപ്പേളയായി മാറുന്നത്. ഏകദേശം ആ ഒരു കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു ദേവാലയത്തിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസികളെ സംസ്കരിക്കുന്നതിന് സ്ഥലം കണ്ടെത്തിയിരുന്നു. ഏകദേശം 4-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ വിശുദ്ധനാട് സന്ദർശനം നടത്തിയിരുന്ന തീർത്ഥാടകരൊക്കെയും യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തതിൻ്റെയും ഈശോയെ പടയാളികൾ ബന്ധിക്കുന്നതിൻ്റെയും ഒക്കെ ഓർമ്മയിലാണ് ഈ ഒരു ഗ്രോട്ടോയെയും ഈ ഒരു കപ്പേളയെയും സന്ദർശിച്ചിരുന്നത്. നമ്മൾ ബസിലിക്ക ഓഫ് ദ ആഗണി അല്ലെങ്കിൽ ഈശോയുടെ ഗത്സമനിയിലെ പ്രാർത്ഥനയുടെ ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബൈസന്റൈൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദേവാലയം നശിപ്പിക്കപ്പെട്ട് പിന്നീട് കുരിശുയുദ്ധ കാലഘട്ടത്തിലാണ് അത് പുനർനിർമ്മിക്കുന്നത്. അവിടെ ദേവാലയം ഇല്ലാതിരുന്ന ആ സമയത്ത് ഈശോയുടെ ഗത്സമനിയിലെ പ്രാർത്ഥനയെയും വിശ്വാസികൾ ഇവിടെ തന്നെയാണ്, ഈ ഒരു ഗ്രോട്ടോയിലാണ് അനുസ്മരിച്ചിരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ അടയാളങ്ങളും ചിത്രങ്ങളും ഒക്കെ നമുക്ക് ഈ ഗ്രോട്ടോയിലുടനീളം കാണാം. ഈ കപ്പേളയിലെ പ്രധാന അൾത്താരയുടെ പുറകിൽ മുകളിലായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ചിത്രം ഈശോയും അപ്പസ്തോലന്മാരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ്. ഒരുപക്ഷെ പലതവണ ഇതുപോലെ ഈ ഗ്രോട്ടോയിൽ വന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നത്. പ്രധാന അൾത്താരയുടെ ഇടതുവശത്ത് നമ്മൾ കാണുന്ന ഒരൾത്താര പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. പരിശുദ്ധ അമ്മയുടെ കബറിടവും സ്വർഗാരോപണം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലവുമൊക്കെ ഇതിനോട് ചേർന്നായതുകൊണ്ട് അതിൻ്റെ ഒരു ഓർമ്മയും ഈ ഗ്രോട്ടോയിൽ നിലനിർത്തുന്നതിനാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ ഒരു ചിത്രം ഈ ഒരു സൈഡിലുള്ള അൾത്താരയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുപോലെ പ്രധാന അൾത്താരയുടെ താഴെ നമ്മൾ കാണുന്ന 2 അപ്പസ്തോലന്മാരുടെ രൂപങ്ങൾ അത് ഈശോയുടെ ഗത്സമനിയിലെ പ്രാർത്ഥനയുടെ സമയത്ത് അപ്പസ്തോലന്മാർ നിദ്രാവിഹീനരായിരുന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ ഒരു ഗ്രോട്ടോയുടെ മുകൾ ഭാഗത്ത് ആ ഗത്സമനിയിലെ പ്രാർത്ഥനയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നക്ഷത്രങ്ങളും മലാഖമാരുടെ ചിത്രങ്ങളും അതുപോലെ ഈശോയുടെ പ്രാർത്ഥനയുടെ ചിത്രവും ഒക്കെ പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ പെയിൻറ് ചെയ്യപ്പെടുകയും വരയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ കുറേയൊക്കെ മാഞ്ഞു പോവുകയും നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറേ ഭാഗങ്ങൾ അത് പല ലെയറുകളായി ഓരോ കാലഘട്ടത്തിലുള്ളത് ഓരോ ലെയറുകളായി നമുക്ക് കാണാം. അതിൽ ചില ലെയറുകളൊക്കെ അടർന്നു പോവുകയും അടിയിലുള്ള ലെയറുകളൊക്കെ തെളിഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ എഴുത്തുകളുണ്ട്, കുരിശുരൂപങ്ങളുണ്ട്, ചിത്രങ്ങളുമുണ്ട്. 1956-57 കാലഘട്ടത്തിൽ ഇവിടെ നടത്തിയ ആ ഒരു പഠനത്തിൽ ഇതിലെ ചിത്രങ്ങളൊക്കെ തന്നെയും ഈശോയുടെ ഗത്സമനിയിലെ പ്രാർത്ഥനയെയും ഈശോയെ ആശ്വസിപ്പിക്കുന്ന മാലാഖയുടെയും ഒക്കെ ചിത്രങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ വലത്തു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈശോയെ ചുംബിക്കുന്ന യൂദാസിന്റെ ആ ഒരു ചിത്രമാണ്. നമ്മൾ കാണുന്ന ഈ ഒരു കപ്പേളയുടെ സങ്കീർത്തി ആ ഒരു ചിത്രത്തിനോട് ചേർന്ന ആ ഒരു ഭാഗത്താണുള്ളത്. ഈ ഒരു ഗ്രോട്ടോ 1390 മുതൽ ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ കൈവശമാണുള്ളത്. നമ്മൾ ഇന്ന് ഈ ഗ്രോട്ടോയിൽ 3 കൽത്തൂണുകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ 3 കൽത്തൂണുകൾ. എന്നാൽ ആദ്യകാലത്ത് ഈ ഗുഹയ്ക്ക് 4 തൂണുകൾ ഉണ്ടായിരുന്നിരിക്കാം. അതിൽ 3 എണ്ണമാണ് ഇന്നും അവശേഷിക്കുന്നതെന്നാണ് ഒരു അനുമാനം.
നമ്മൾ പറഞ്ഞ ബൈസന്റൈൻ കാലഘട്ടത്തിലും കുരിശുയുദ്ധ കാലഘട്ടത്തിലും ഒക്കെ ആയിട്ടുള്ള 70ഓളം കല്ലറകൾ തറയുടെ അടിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പരിശുദ്ധ അമ്മയുടെ കബറിടത്തിൻ്റെയൊക്കെ ഘടനയിലുള്ള ആർക്കോസോളിയം എന്ന് പറയുന്ന കല്ലിൽ കൊത്തിയ ബെഞ്ചിൻ്റെ ഷേപ്പിലുള്ള കല്ലറകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ കല്ലറകളോടൊക്കെ ചേർന്ന് ഗ്രീക്ക്, ലത്തീൻ ഭാഷകളിലൊക്കെയുള്ള എഴുത്തുകളും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുത്തതിൻ്റെയും ഒക്കെ ഓർമ്മയുള്ള ഈ ഒരു ഗ്രോട്ടോയിൽ വന്നിരിക്കുമ്പോൾ അപ്പസ്തോലന്മാരോട് ചേർന്ന് അപ്പസ്തോലന്മാരുടെ കണ്ണിലൂടെ ഈശോയെ കാണാനും ഈശോയുടെ പീഡാനുഭവത്തെ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ്. പ്രാർത്ഥിക്കാനും ഈശോയുടെ പീഡാനുഭവത്തെ മനസ്സുകൊണ്ട് ധ്യാനിക്കാനും ഒക്കെയുള്ള ആത്മീയ അന്തരീക്ഷം നമുക്ക് നൽകുന്ന ഒരു ചെറിയ കപ്പേളയും ഒരു ഗ്രോട്ടോയുമാണിത്. നമ്മൾ ഈ കിദ്രോൺ താഴ്വരയോട് ഇന്ന് യാത്ര പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ കബറിട ദേവാലയവും ഗത്സമനിയിലെ ബസിലിക്ക ഓഫ് ത്യാഗണിയും ആ ദേവാലയത്തോട് ചേർന്നുള്ള ഒലിവ് മരങ്ങളുടെ തോട്ടവും അപ്പസ്തോലന്മാരുടെ ഈ ഗ്രോട്ടോയും ഒക്കെ 3-4 എപ്പിസോഡുകളിലൂടെ കണ്ടു. ഇനി വരുന്ന ഓരോ എപ്പിസോഡുകളിലായി നമ്മൾ ഈ ഒലിവ് മലയുടെ മുകളിലേക്ക് കയറുകയാണ്. വഴിയിലുള്ള ഓരോ ദേവാലയങ്ങളായി കണ്ട് നമ്മുടെ ഈ ആത്മീയ തീർത്ഥാടനം നമുക്ക് തുടരാം. അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ശുഭദിനം.